Welcome to Learnino. I am Mitna Murali. Today we are discussing about capacitors. So we are discussing capacitors. First of all, capacitor is what kind of device? Yes, it's a passive device. So capacitor is a electronic component, that is passive device used to store electric charge. Capacitor എന്താണ് യൂസ് ചെയ്യുന്നത്? ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ് അല്ലേ, ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് കമ്പോണൻ്റ് ആണ് കപ്പാസിറ്റേഴ്സ്. സോ കപ്പാസിറ്റർ എങ്ങനെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയായിരിക്കും അതിൻ്റെ സ്ട്രക്ചർ? യെസ്, കപ്പാസിറ്റർ കൺസിസ്റ്റ് ഓഫ് ടു ഓർ മോർ പാരലൽ കണ്ടക്റ്റീവ് ഓർ മെറ്റൽ പ്ലേറ്റ്സ് which are electrically separated either by air or by some form of a good insulating material such as wax paper, mic, ceramic or plastic. എന്താ പറഞ്ഞിരിക്കണേ? കപ്പാസിറ്റർ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കപ്പാസിറ്ററിന് എന്തൊക്കെയുണ്ട്? രണ്ട് പാരലൽ പ്ലേറ്റ്സ്, രണ്ടോ അതിലധികമോ പാരലൽ പ്ലേറ്റ്സ് ഉണ്ടാവും. എങ്ങനത്തെ? മെറ്റാലിക് പ്ലേറ്റ്സ് ആയിരിക്കും അല്ലേ, കണ്ടക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവും. അത് ആ രണ്ട് പാരലൽ ആയിട്ടുള്ള പ്ലേറ്റ്സിനെ എന്ത് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും? ഒന്നില്ലെങ്കിൽ ഒരു എയർ, അല്ലെങ്കിൽ എയർ, നമ്മൾ സാധാരണ വായുവില്ലേ അത്, യെസ് എയർ, അല്ലെങ്കിൽ ഫോം ഓഫ് ഗുഡ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ അല്ലേ, ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? വാക്സ്ഡ് പേപ്പർ യൂസ് ചെയ്യാം, മൈക്ക യൂസ് ചെയ്യാം, സിറാമിക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്. The insulating layer between a capacitor plates is commonly called the dielectric. ഓക്കെ, ആ ഇൻസുലേറ്റിംഗ് രണ്ട് പ്ലേറ്റ്സ്, മെറ്റാലിക് പ്ലേറ്റ്സ് അല്ലെങ്കിൽ കണ്ടക്റ്റീവ് പ്ലേറ്റ്സിൻ്റെ ഇടയിൽ ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ വെച്ചിട്ടുണ്ടാവും നമ്മൾ പറഞ്ഞല്ലേ, ആ ഇൻസുലേറ്റിംഗ് ലെയറിന് പറയുന്ന പേരാണ് ഡൈഇലക്ട്രിക്. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സിൻ്റെ സിമ്പിൾസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഫിക്സ്ഡ് കപ്പാസിറ്റർ ഉണ്ട്, പോളറൈസ്ഡ് കപ്പാസിറ്റർ ഉണ്ട്. പോളറൈസ്ഡ് പറഞ്ഞാൽ ഒരു പ്ലേറ്റിന് പോസിറ്റീവ് ചാർജും നെക്സ്റ്റ് പ്ലേറ്റിന് നെഗറ്റീവ് ചാർജും കൊടുക്കുക, അതിനാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ വേരിയബിൾ കപ്പാസിറ്റർ. ഒന്ന് ഫിക്സ്ഡ് ആണ്, ഒന്ന് വേരിയബിൾ ആണ്. അത് നമ്മൾ ഓൾറെഡി റെസിസ്റ്ററിൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് കപ്പാസിറ്ററിൻ്റെ കേസിൽ. ഫിക്സ്ഡ് കപ്പാസിറ്റർ ആകുമ്പോൾ കപ്പാസിറ്റൻസ് വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. വേരിയബിൾ ആകുമ്പോൾ നമുക്ക് സർക്യൂട്ടിനനുസരിച്ച് വേരി ചെയ്യാൻ പറ്റുന്നതിനാണ് വേരിയബിൾ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. പോളറൈസ് കപ്പാസിറ്റർ എന്താ? ഒരു പ്ലേറ്റിന് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ പോസിറ്റീവ്ലി പോളറൈസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ്ലി പോളറൈസ്ഡ് ആയിരിക്കുന്ന കപ്പാസിറ്ററിന് പറയുന്ന പേരാണ് പോളറൈസ്ഡ് കപ്പാസിറ്റർ. ഓക്കെ, ഇനി വെൻ എ ബാറ്ററി ഈസ് കണക്റ്റഡ് ടു കപ്പാസിറ്റർ ഗെറ്റ് ചാർജ്. എന്താ പറഞ്ഞിരിക്കണേ? നമ്മുടെ കപ്പാസിറ്റർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഏത് ടൈപ്പ് വേണമെങ്കിലും എടുക്കാം. അതൊരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റർ ചാർജ് ആവും. ഇഫ് ദ ബാറ്ററി ഈസ് റിമൂവ്ഡ് ഇറ്റ് ഡിസ്ചാർജ് ത്രൂ അവൈലബിൾ പാത്ത്. നമ്മളൊരു സർക്യൂട്ടിൽ കൊടുത്തിരിക്കുകയാണെങ്കിൽ ബാറ്ററിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ കപ്പാസിറ്റർ എന്താവും? ചാർജ് ആവും. ഇനി ബാറ്ററിയിലല്ല, ബാറ്ററി റിമൂവ് ചെയ്തിട്ടുള്ള പോർഷനിലാണെങ്കിൽ എന്തായിരിക്കും? കപ്പാസിറ്റർ ഡിസ്ചാർജ് ആവും. അതിന് പോകാൻ പറ്റുന്ന അവൈലബിൾ പാത്തിലൂടെ, ലോഡിലൂടെ, ഒരു ബൾബിലൂടെയൊക്കെ ഡിസ്ചാർജ് ആവും അതിൻ്റെ ചാർജസ്, ഓൾറെഡി ചാർജ് ആയത്. നെക്സ്റ്റ് പോയിൻ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? കപ്പാസിറ്റർ പാസസ് എ സി സിഗ്നൽ ആൻഡ് ബ്ലോക്സ് ഡി സി സിഗ്നൽ. കപ്പാസിറ്റർ എങ്ങനത്തെ സിഗ്നലിന് പാസ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? ആൾട്ടർനേറ്റീവ് കറണ്ട് അല്ലേ. എ സി എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റീവ് കറണ്ട് സിഗ്നലിനെ എന്തിനു ബ്ലോക്ക് ചെയ്യും? ഡയറക്റ്റ് കറണ്ട്. ഡി സി സിഗ്നലിനെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഈസ് ഫാരഡ്. ഫാരഡ് ഡിനോട്ട് ചെയ്യുന്നതാണ് എന്ത്? ക്യാപിറ്റൽ എഫ്. ഓക്കെ, അതിൻ്റെ നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് ആണ്. ഫാരഡിൽ തന്നെ ഏതൊക്കെയാണ്? മൈക്രോ ഫാരഡ്, നാനോ ഫാരഡ്, പൈക്കോ ഫാരഡ്. ഓക്കെ, ഈ വാല്യൂസൊക്കെ നിങ്ങൾ പല ക്വസ്റ്റ്യൻസിലും ഇതിലൊക്കെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം കപ്പാസിറ്റൻസ് വാല്യൂ അത്രയും കുറവായതുകൊണ്ടാണ് 10⁻⁻⁻ പവർ വരുന്നത്. സോ മൈക്രോ ഫാരഡ് എന്ന് പറഞ്ഞാൽ 10⁻⁻�6 ആയിരിക്കും. നാനോ ഫാരഡ് എന്ന് പറഞ്ഞാൽ 10⁻⁻9 ആയിരിക്കും. പൈക്കോ ഫാരഡ് എന്ന് പറഞ്ഞാൽ പൈക്കോ മീൻസ് 10⁻⁻12. ഓക്കെ, ഈ വാല്യൂസാണ് മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യാറ്. ഒന്ന് ഓർത്ത് വയ്ക്കണം കേട്ടോ. നെക്സ്റ്റ്, കപ്പാസിറ്റൻസ് ഓഫ് കപ്പാസിറ്റർ. കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പാസിറ്റർക്ക് ഒരു എബിലിറ്റി ഉണ്ടാവും. എന്തിനുള്ള? ടു സ്റ്റോർ ദ എനർജി ഓർ ഇലക്ട്രിക്കൽ സിഗ്നൽ. ദ കപ്പാസിറ്റൻസ് ഈസ് ദ എബിലിറ്റി ഓഫ് എ കപ്പാസിറ്റർ ടു സ്റ്റോർ ദ ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ,
അതിന് പറയുന്ന പേരാണ് കപ്പാസിറ്റൻസ്. അതിൻ്റെ ഒരു ഇക്വേഷനാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. കപ്പാസിറ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? കപ്പാസിറ്റൻസ് ഈക്വൽ ടു എപ്സിലോൺ എ ബൈ ഡി. ഓക്കെ, അത് നമുക്ക് നോക്കാം. രണ്ട് പ്ലേറ്റ്സ് തന്നിട്ടുണ്ട്. പ്ലസ് ക്യൂ, അതായത് പോസിറ്റീവ് ചാർജ്, ക്യൂ മീൻസ് ചാർജ്. ഓക്കെ, നെഗറ്റീവ് ക്യൂ. രണ്ട് പ്ലേറ്റ്സിലും ഒന്നിന് പോസിറ്റീവ്ലി പോളറൈസ്ഡ് ആണ്, ഒന്ന് നെഗറ്റീവ്ലി പോളറൈസ്ഡ് ആണ്. ഓക്കെ, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എങ്ങനെ? ഡിസ്റ്റൻസ് ഡി ഇൻ മീറ്റേഴ്സ്. ഓക്കെ, രണ്ടും എങ്ങനത്തെ മെറ്റീരിയലാണ്? കണ്ടക്റ്റീവ് പ്ലേറ്റ്സ് ആണല്ലേ. കണ്ടക്റ്റീവ് പ്ലേറ്റ് എയും കണ്ടക്റ്റീവ് പ്ലേറ്റ് ബിയും ആണ്. രണ്ട് പ്ലേറ്റ്സിലേക്കും ഒരു ലീഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ്, രണ്ട് പ്ലേറ്റ്സും എങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്? ഡൈഇലക്ട്രിക് മീഡിയം വെച്ചല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ യൂസ് ചെയ്യും. അതിന് പറയുന്ന പേരാണ് എന്ത്? ഡൈഇലക്ട്രിക്. ആ ഡൈഇലക്ട്രിക്കിൻ്റെ കോൺസ്റ്റൻ്റ് ആണെന്ത്? എപ്സിലോൺ. അതിന് പറയുന്ന പേരാണ് പെർമിറ്റിവിറ്റി. ഓക്കെ, ഇനി കപ്പാസിറ്റൻസ് എങ്ങനെയാണ്? ആ ഇക്വേഷൻ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? കപ്പാസിറ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഏരിയ. എന്തിൻ്റെ ഏരിയ? കണ്ടക്റ്റീവ് പ്ലേറ്റിൻ്റെ ഏരിയ. ഓക്കെ, ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേറ്റ്സ്. ഓക്കെ, ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷണാലിറ്റി കളയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോൺസ്റ്റൻ്റ് ആണ് എന്ത്? എപ്സിലോൺ. ഓക്കെ, മനസ്സിലായല്ലേ? അപ്പോൾ ഇക്വേഷൻ എന്താ? സി ഈക്വൽ ടു എപ്സിലോൺ എ ബൈ ഡി. സോ നമ്മൾ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ പഠിച്ചു. എന്താണ്? സി ഈക്വൽ ടു എപ്സിലോൺ എ ബൈ ഡി. അല്ല, എപ്സിലോൺ എന്താണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ, പെർമിറ്റിവിറ്റി. സോ എപ്സിലോൺ ഈക്വൽ ടു, എപ്സിലോൺ മീൻസ് ദ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ദ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ബീങ് യൂസ്ഡ്. ഏത് മെറ്റീരിയലാണോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്? നമ്മൾ കുറേ മെറ്റീരിയൽസ് പറഞ്ഞല്ലേ യൂസ് ചെയ്യാൻ പറ്റുന്ന. ഏതൊക്കെ പറഞ്ഞാൽ? വാക്സ്ഡ് പേപ്പർ യൂസ് ചെയ്യാൻ പറ്റും, സെറാമിക് യൂസ് ചെയ്യാൻ പറ്റും, പ്ലാസ്റ്റിക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ പഠിച്ചില്ലേ. മേ ബി എയർ വേണമെങ്കിലും ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആവാം. അതിൻ്റെ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി വാല്യൂ ആണ് നമ്മളവിടെ യൂസ് ചെയ്യുക, എപ്സിലോൺ. ഇനി ഈ എപ്സിലോൺ എങ്ങനെ കണ്ടുപിടിക്കാം? എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ O ഇൻറ്റു എപ്സിലോൺ ആർ. ഓക്കെ, എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ O ഇൻറ്റു എപ്സിലോൺ ആർ. എപ്സിലോൺ ഈസ് ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഓക്കെ, അതിൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഉണ്ട്. എത്രയാണ്? 8.854 ഇൻറ്റു 10⁻⁻12 ഫാരഡ്സ് പെർ മീറ്റർ. ഓക്കെ, അതാണ് എപ്സിലോൺ സീറോയുടെ കോൺസ്റ്റൻറ്റ് വാല്യൂ. എപ്സിലോൺ ആർ എന്താണ്? റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് മെറ്റീരിയൽ ബീങ് യൂസ്ഡ് ആസ് എ ഡയലക്ട്രിക്. ഓക്കെ, നമ്മൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഡയലക്ട്രിക് മെറ്റീരിയൽ ഏതാ, അതിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയാണ്. നമ്മൾ എന്ത് പറഞ്ഞു? എയർ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞല്ലേ. എയർ ആണെങ്കിൽ എപ്സിലോൺ ആർ എന്തായിരിക്കും? 1 ആയിരിക്കും. അങ്ങനെ ഓരോ മെറ്റീരിയലിനും ഓരോ വാല്യൂസ് ഉണ്ട്. ഓക്കെ, എയർ ആണെങ്കിൽ 1 ആയിരിക്കും. ഓക്കെ, വാക്യൂം ആണെങ്കിലും 1 ആയിരിക്കും. ഓക്കെ, so we already studied capacitance of a capacitor, that is C equal to epsilon A by D. Next we have to study charge stored in a capacitor. So charge stored in a capacitor Q equal to C into V, whereas Q is the charge stored in dielectric, unit coulombs. V is the voltage across the capacitor, unit volt, and C is the capacitance of the capacitor, unit farad. ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് എങ്ങനെ കണ്ടുപിടിക്കാം? ചാർജ് Q ഈക്വൽ ടു സി ഇൻറ്റു വി. Q ഡിനോട്ട് ചെയ്യുന്നതാണ് ചാർജ്. ആ ഡയലക്ട്രിക് മീഡിയത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് Q. അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ചാർജിൻ്റെ യൂണിറ്റ് അറിയില്ലേ? കുളംസ് ആയിരിക്കും. യെസ്. നെക്സ്റ്റ് V എന്താണ്? വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ. അത് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ, വോൾട്ട് ആയിരിക്കും യൂണിറ്റ്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഫാരഡ്. ഓക്കെ, ഇത്രയാണ് ചാർജ് സ്റ്റോർഡിനെ കപ്പാസിറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ്. ഇത് ഓർത്തിരിക്കണം കേട്ടോ. ചാർജ് സ്റ്റോർഡ് നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ള എന്താണ്? എനർജി സ്റ്റോർഡിനെ കപ്പാസിറ്റർ. സോ ഇക്വേഷൻ ഈക്വൽ ടു എനർജി സ്റ്റോർഡ് W ഈക്വൽ ടു ഹാഫ് ഇൻറ്റു C ഇൻറ്റു V സ്ക്വയർ. ഓക്കെ, സോ energy stored in a capacitor is directly proportional to or equal to potential energy. Okay, ആ ഇക്വേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ ഇക്വേഷൻ? ഓക്കെ, സോ W എന്താ ഡിനോട്ട് ചെയ്യുന്ന? യെസ്, എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. യൂണിറ്റ് എന്താണ്? ജൂൾസ്.
അല്ലേ? എനർജിയുടെ യൂണിറ്റ് ജൂൾ അല്ലേ? നെക്സ്റ്റ് വി വോൾട്ടേജ് ആണ്, യൂണിറ്റ് നമുക്കറിയാം വോൾട്ടാണ്. സി എന്താ നമുക്ക് ഓൾറെഡി പഠിച്ചല്ലേ? കപ്പാസിറ്റൻസ് ആണ്, യൂണിറ്റ് ഫാരഡാണ്. സോ ചാർജ് സ്റ്റോർഡിനെ കപ്പാസിറ്ററും പഠിച്ചു, എനർജി സ്റ്റോർഡിനെ കപ്പാസിറ്ററും പഠിച്ചു. ഓക്കെ, ഈ ഇക്വേഷൻസ് ഒക്കെ നന്നായി പഠിക്കണം, നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് കപ്പാസിറ്റർ. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് അല്ലേ? കപ്പാസിറ്റർ എന്താണ്? ചാർജ് ആവും ചെയ്യും, ഡിസ്ചാർജ് ആവും ചെയ്യും. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ചാർജ് ആവും, ബാറ്ററി റിമൂവ് ചെയ്യുമ്പോൾ ഡിസ്ചാർജ് ആവും. സോ അത് നമുക്കൊരു ഫിഗർ വെച്ച് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ചാർജിങ്. ആ ഫിഗറിൽ കണ്ടോ, ഒരു ബാറ്ററി സെല്ല് V0 വോൾട്ടേജ് അല്ലേ? സപ്ലൈ വോൾട്ടേജ് എത്രയാണ്? V0. പിന്നെ ഒരു കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട് അല്ലേ? പോളറൈസ്ഡ്, പോസിറ്റീവ്ലി പോളറൈസ്ഡ്, ആ പ്ലസ് സൈൻ കണ്ടില്ലേ? ദെൻ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ? നെക്സ്റ്റ് ആ സ്വിച്ചിന് എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു കീ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കീ പൊസിഷൻ 1-ലാണ്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ലാസ്റ്റ് ലോഡായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് കേസിൽ കീ പൊസിഷൻ 1-ലാണ്. നോക്കാം. വെൻ ദ കീ ഈസ് ഇൻ പൊസിഷൻ 1, the capacitor is connected to the power supply and current flows through the circuit. ഓക്കെ, ഇപ്പോൾ എന്താണ്? കീ 1-ലാണ് എന്ത് കണക്റ്റ് ആയിരിക്കണം അല്ലേ? കീ പൊസിഷൻ 1-ലാണ് കണക്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ എന്തായി? കപ്പാസിറ്റർ എന്തായിട്ട് കണക്റ്റായി? യെസ്, പവർ സപ്ലൈ ആയിട്ട് കണക്റ്റായി. സോ ആ ഒരു പോർഷനിലൂടെ, അതായത് ആ പവർ സപ്ലൈനെയും നമ്മുടെ കപ്പാസിറ്ററിൻ്റെ ഇടയിൽ കൂടെ എന്തുണ്ടാവും? ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഉണ്ടായാൽ എന്ത് സംഭവിക്കും? യെസ്, ബോത്ത് ദ പ്ലേറ്റ് ഓഫ് കപ്പാസിറ്റർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ ആൻഡ് ദ വോൾട്ടേജ് VC സ്റ്റാർട്ട്സ് ഇൻക്രീസിങ്. VC എന്താണ്? കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് ആണ് അല്ലേ? അതുകൊണ്ടാണ് V സഫിക്സ് C, അതായത് സ്മോൾ ലെറ്റർ C ഡിനോട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ കപ്പാസിറ്ററിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് ആണ്. സ്റ്റാർട്ട്സ് ഇൻക്രീസിങ് വൈൽ ദ കപ്പാസിറ്റർ ഈസ് ചാർജിങ്. സോ ആ നമ്മുടെ പവർ സപ്ലൈയും കപ്പാസിറ്ററും കൂടെ കണക്റ്റ് ആകുമ്പോൾ അതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. അങ്ങനെ കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോൾ എന്താവും? കപ്പാസിറ്ററിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് ഇൻക്രീസ് ആവും. അങ്ങനെ ഇൻക്രീസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കപ്പാസിറ്റർ എന്താവും? ചാർജ് ആവാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ഇൻക്രീസ് ആയി കപ്പാസിറ്റർ ചാർജ് ആവും. വൺസ് ദ ടെർമിനൽ ഓഫ് കപ്പാസിറ്റർ VC ഈസ് ഈക്വൽ ടു ദി സപ്ലൈ വോൾട്ടേജ്, ദാറ്റ് ഇസ് VO. അങ്ങനെ പറഞ്ഞാൽ എന്താ? VOയും VCയും ഈക്വൽ ആവും അല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോൾ VC, അതായത് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ഇൻക്രീസ് ആവും. അങ്ങനെ ഇൻക്രീസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന, അതായത് സപ്ലൈ വോൾട്ടേജും കപ്പാസിറ്റർ വോൾട്ടേജും ഈക്വൽ ആവുന്ന ഒരു കണ്ടീഷൻ വരും അല്ലേ? അത് രണ്ടും ഈക്വൽ ആവുന്ന കണ്ടീഷൻ. ദാറ്റ് മീൻസ് ദ കപ്പാസിറ്റർ ഈസ് ഫുള്ളി ചാർജ്ഡ്. അങ്ങനെ ഒരു കണ്ടീഷൻ വന്നാൽ, അതായത് സപ്ലൈ വോൾട്ടേജും കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജും ഈക്വൽ ആയ എന്തായി? കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആയി. ആൻഡ് ദെൻ ദ കറണ്ട് സ്റ്റോപ്സ് ഫ്ലോയിങ്. അങ്ങനെ ഒരു കണ്ടീഷൻ ആയിക്കഴിഞ്ഞാൽ സപ്ലൈ വോൾട്ടേജും വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്ററും ഈക്വൽ ആയിക്കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ സ്റ്റോപ്പ് ആവും. സോ എന്തായി? ചാർജിങ് ഫേസ് കംപ്ലീറ്റ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആയി. ഓക്കെ, നെക്സ്റ്റ് ഇത്രയാണ് ചാർജിങ്ങിനെ കൂടി പഠിക്കാനുള്ളത്. എന്താണ്? ഫസ്റ്റ് കപ്പാസിറ്റർ ഈ സപ്ലൈ വോൾട്ടേജും കൂടെയുള്ള ആ ഒരു സർക്യൂട്ടില്ലേ, അവിടേക്കാണ് നമ്മുടെ കീ കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് കീ പൊസിഷൻ 1-ലാണ് ആ ഫിഗർ വെച്ചിട്ട്. സോ അങ്ങനെ ആകുമ്പോൾ എന്ത് പറ്റും? ആ കൊടുത്തിരിക്കുന്ന സപ്ലൈ വോൾട്ടേജ് ആ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യും. സോ അതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഏതിലൂടെ? കപ്പാസിറ്ററിലൂടെ. അങ്ങനെ ആ കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോൾ അവിടെ കപ്പാസിറ്റർ വോൾട്ടേജ് VC ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പോൾ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്ററും സപ്ലൈ വോൾട്ടേജും ഈക്വൽ ആവും. ആ ഒരു പോയിന്റിൽ കപ്പാസിറ്റർ എന്തായിരിക്കും? ഫുള്ളി ചാർജ്ഡ് ആയിരിക്കും. അതിന് പറയുന്ന പേരാണ്, ആ ഫേസിന് പറയുന്ന പേരാണ് ചാർജിങ് ഫേസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്ചാർജിങ് ആണ്. സോ ഡിസ്ചാർജിങ്ങിൽ ആ ഫിഗറിൽ വന്ന ചേഞ്ച് കണ്ടോ? യെസ്, എന്താ പറ്റിയത്? ആ കീയുടെ പൊസിഷൻ 1-ൽ നിന്ന് 2-ലേക്ക് ചേഞ്ച് ആയി അല്ലേ? വി റീപ്ലേസ് ദ കീ ഫ്രം പൊസിഷൻ 1 ടു പൊസിഷൻ 2. ദ കപ്പാസിറ്റർ വിൽ സ്റ്റാർട്ട് ഡിസ്ചാർജിങ്. പൊസിഷൻ 1-ൽ നിന്ന് പൊസിഷൻ 2-ലേക്ക് ആക്കുമ്പോൾ
എന്ത് പറ്റി, നമ്മുടെ സപ്ലൈ വോൾട്ടേജ് അതായത് ബാറ്ററി ആയിട്ടുള്ള കണക്ഷൻ വിട്ടു അല്ലേ, ആ സർക്യൂട്ട് എന്തായി, ഓപ്പൺ സർക്യൂട്ടായി. സോ എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക്കലി കപ്പാസിറ്ററിൽ ഡിസ്ചാർജിങ് സ്റ്റാർട്ട് ചെയ്യും അല്ലേ. അതല്ലേ നമ്മൾ പറഞ്ഞത്, ബാറ്ററി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. സോ ലാർജ് കറണ്ട് സ്റ്റാർട്ട്സ് ടു ഫ്ലോ ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ കപ്പാസിറ്റർ ഡ്രോപ്സ്. അങ്ങനെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ലാർജ് കറണ്ട് ഫ്ലോ ഉണ്ടാവും അല്ലേ നമ്മുടെ നെക്സ്റ്റ് സർക്യൂട്ടിൽ കൂടെ. ആ സർക്യൂട്ടിൽ എന്താ ഉള്ളത്, ഒരു റെസിസ്റ്റർ ഉണ്ട് അല്ലേ. അപ്പോൾ ആ റെസിസ്റ്ററിൽ കൂടെ ലാർജ് കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഫ്ലോ ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്ത് പറ്റും, ഈ കപ്പാസിറ്ററിലുള്ള ചാർജാണല്ലേ ഈ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ കപ്പാസിറ്ററിലെ ചാർജ് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞുകൊണ്ടിരിക്കും, ഡ്രോപ്പ് ആവാൻ തുടങ്ങും. അങ്ങനെ ഡ്രോപ്പായി പ്ലേറ്റ്സിലുള്ള ചാർജ് സീറോ ആവുന്നൊരു കണ്ടീഷൻ ഉണ്ടാവും. അങ്ങനെ സീറോ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിലൂടെ കറണ്ടും പൊട്ടൻഷ്യൽ വോൾട്ടേജൊക്കെ പോവോ, ഇല്ല. ആ ചാർജ് സീറോ ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കറണ്ടും വോൾട്ടേജും എല്ലാം സീറോ ആവും. ആ കണ്ടീഷനിൽ എന്തായി, ആ കപ്പാസിറ്ററിലുള്ള ചാർജ് എല്ലാം തീർന്നു. ദാറ്റ് മീൻസ് കപ്പാസിറ്റർ ഈസ് ഫുള്ളി ഡിസ്ചാർജ്. ഈ ഫേസിന് പറയുന്ന പേരാണ് ഡിസ്ചാർജിങ് ഫേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചാർജിങ് ഫേസും പഠിച്ചു, ഡിസ്ചാർജിങ് ഫേസും പഠിച്ചു. ഓക്കെ, so in this class we discussing about what is capacitor and what is capacitance. എന്തായിരുന്നു കപ്പാസിറ്റർ? യെസ്, കപ്പാസിറ്റർ ഒരു ഇലക്ട്രോണിക് കമ്പോണൻ്റ് ആണ്, പാസീവ് കമ്പോണൻ്റ് ആണ്. യെസ്, പാസീവ് കമ്പോണൻ്റ് ആണ്. കപ്പാസിറ്റർ എങ്ങനെയാണ് ഇരിക്കുന്നത്, രണ്ട് പാരലൽ പ്ലേറ്റ്സ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു ഡയലക്ട്രിക് മീഡിയം ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് ഡയലക്ട്രിക് മീഡിയം അല്ലെങ്കിൽ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഉണ്ടാവും രണ്ട് കണ്ടക്റ്റീവ് പ്ലേറ്റ്സിൻ്റെ ഇടയിൽ. അതാണ് ഒരു കപ്പാസിറ്റർ അല്ലേ. കപ്പാസിറ്റർ എങ്ങനെയാണ്, എ സിനെ പാസ് ചെയ്യും, ഡി സിനെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചില്ലേ. നെക്സ്റ്റ് നമ്മൾ പഠിച്ച എന്താണ്, കപ്പാസിറ്റൻസ് അല്ലേ. ദ എബിലിറ്റി ഓഫ് എ കപ്പാസിറ്റർ ടു സ്റ്റോർ ഇലക്ട്രിക് എനർജി, അതിനെ പറയുന്നതാണ് കപ്പാസിറ്റൻസ്. അതിനൊരു ഇക്വേഷൻ പഠിച്ചല്ലേ, സി ഈക്വൽ ടു എപ്സിലോൺ എ ബൈ ഡി. അത് ഓരോന്ന് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചില്ലേ. നെക്സ്റ്റ് നമ്മൾ പഠിച്ച എന്താണ്, യെസ്, charge stored in capacitor, that is Q equal to C into V. ആ ഇക്വേഷനും ഓർത്ത് വയ്ക്കണം. നെക്സ്റ്റ് നമ്മൾ പഠിച്ച ഇക്വേഷനാണ് എന്ത്, എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. സോ എനർജി സ്റ്റോർഡ് W ഈക്വൽ ടു ഹാഫ് CV സ്ക്വയർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിച്ചതാണ് എന്ത്, ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും. അതാ ഫിഗർ വെച്ചിട്ട് കീയുടെ പൊസിഷൻ 1-ലാവുമ്പോൾ ചാർജിങ്ങും കീയുടെ പൊസിഷൻ 2-ലാവുമ്പോൾ ഡിസ്ചാർജിങ്ങും ഉണ്ടാവും. അതായത് കീയുടെ പൊസിഷൻ 1-ലാവുമ്പോൾ കപ്പാസിറ്റർ എന്തുമായിട്ട് കണക്റ്റഡ് ആണ്, യെസ്, ബാറ്ററി ആയിട്ട് കണക്റ്റഡ് ആണ്. ആ ടൈമിൽ ബാറ്ററിയിലെ വോൾട്ടേജ് കപ്പാസിറ്ററിലേക്ക് കറണ്ട് ഫ്ലോ ഉണ്ടായി, അങ്ങനെ സെയിം ഈക്വൽ വോൾട്ടേജ് ആവും അല്ലേ. സപ്ലൈ വോൾട്ടേജും കപ്പാസിറ്റർ വോൾട്ടേജും ഈക്വൽ ആവുന്ന സമയത്ത് കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആവും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കീയുടെ പൊസിഷൻ മാറ്റും, പൊസിഷൻ 1 നിന്ന് പൊസിഷൻ 2-ലേക്ക് മാറ്റും. അപ്പോൾ എന്ത് പറ്റും, ബാറ്ററി ഓൾറെഡി റിമൂവ് ആയി, ആ സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ടായി. സോ ഇപ്പുറത്തുള്ള ലോഡിൽ നമ്മൾ റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ടല്ലേ, അതിലൂടെ ഈ കപ്പാസിറ്ററിലുള്ള എല്ലാ ചാർജും പോകാൻ തുടങ്ങും. അങ്ങനെ കപ്പാസിറ്ററിൽ ഈ പ്ലേറ്റ്സിലുള്ള ചാർജ് സീറോ ആവുന്ന സമയത്ത് ആ സർക്യൂട്ടിൽ കൂടെ പോകുന്ന കറണ്ടും വോൾട്ടേജും എല്ലാം സീറോ ആവും. ദാറ്റ് മീൻസ് കപ്പാസിറ്റർ ഈസ് ഫുള്ളി ഡിസ്ചാർജ്ഡ് അല്ല, ഇനി അതിൽ ചാർജ് ഒന്നും ഇല്ലല്ലോ. സോ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇത്രയാണ് കപ്പാസിറ്റേഴ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ് പഠിക്കാനുണ്ട്. സോ വി ക്യാൻ ഡിസ്കസ് ലേറ്റർ. താങ്ക് യു.